ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പം നമ്മളെ കുറച്ച് കുഞ്ഞൊരു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒന്ന് രാവിലെ പുട്ടാണ് കേട്ടോ. പിന്നെ കടലക്കറിയാണ്, നാളികേരമൊന്നും അരയ്ക്കാതെ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു കടലക്കറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും, പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അപ്പുറത്ത് ഞാൻ ഗ്രാമ്പൂ, വട്ട, ഏലക്കായ, പെരുംജീരകമൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് ഞാൻ സവോളയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നണ്ട് ചൂടാക്കിയിട്ട് അരച്ചിട്ട് ആ അരപ്പിൽ കടല വേവിക്കട്ടാ. നല്ല സൂപ്പർ കടലക്കറി തന്നെയാണ്. അങ്ങനെ ചായയും കടിയൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല മാവിൻ്റെ ഇലയൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ വടക്കുറത്തെ മുറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ലിക്വിഡ് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡിൻ്റെ പാത്രമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കൊടുന്നത് എന്താ വെച്ചാൽ അതിൽ കുറച്ച് സ്ലറി, നമ്മൾ അജി തേച്ചിലൂടെ സ്ലറി ഉണ്ട് കേട്ടോ പശുവിൻ്റെ. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കൊണ്ടുവരാനാണ് പറ്റാത്തത്. അപ്പോൾ ഞാൻ അതിൽ കഴുകിയിട്ട് അതിൽ കുറച്ച് ലിക്വിഡൊക്കെ കൊടുക്കുന്നത്, ലിക്വിഡ് എന്ന് പറയുന്നത് സ്ലറിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ മുളകും തൈൻ്റെയും പച്ചക്കറിയുടെയൊക്കെ കടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് അവർക്ക് ഒരു ബൂസ്റ്ററാണ് കേട്ടോ. അപ്പം അതൊക്കെ പോയി എടുത്തു കൊടുന്നിട്ടെ ഞാനൊന്ന്. പിന്നെ ജോലിനെ ഞാനൊന്ന് അഴിച്ചിട്ട് റോഡിൻ്റെ അവിടെ ആ ഗേറ്റുമ്പോൾ കൊണ്ടുപോയി കെട്ടൂട്ടാ. ചില സമയത്തൊക്കെ അവിടെയൊക്കെ അവൾ മൂത്രമൊക്കെ ഒഴിക്കും. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ട് വന്നിട്ട് ഓൾ ആ ഇറക്കില്ല, ആ കവുമ കെട്ടി കൊടുത്താട്ടാ മൂത്രം ഒഴിക്കുള്ളൂ. അങ്ങനത്തെയൊക്കെ ഒരു പരിപാടിയാണ് കേട്ടോ അവൾക്ക്. പിന്നെ രാവിലെ നനച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ ചെടി കരിയാട്ടാ. അത്രയും ചൂടാട്ടാ, കരിഞ്ഞ് പോകും തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യമൊക്കെ വെള്ളമില്ലാതെയൊക്കെ ആയിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ കണ്ണാക്ക് പൊട്ടിയിട്ടൊക്കെ പണി തീരും തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും ചൂട് കൂടുതലായിട്ടാ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാവുണ്ട്. അപ്പം അങ്ങനെ ഓസ് ഇട്ടിട്ട് ഇന്നലെ ഓസ് തുറന്നിട്ടിട്ട് ടാങ്കിലത്തെ വെള്ളം ഉള്ളു പോയിട്ടാ. അപ്പം ഞാൻ താന്ന് നോക്കണ എന്താ പറയുക, സൈക്കിളിൻ്റെ സീറ്റിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കിടന്നിൽ മൂടണ പോലത്തെ ഒരു ഒച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നേ അതുപോലെ സീറ്റിൻ്റെ അടിയിൽ സൈക്കിളായിട്ട് ഏട്ടൻ പോകുമ്പോൾ കടന്നിൽ കൈമ കുത്തി എങ്ങനെയോ ഇളകിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ കടന്നിൽ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് കയ്യിൻ്റെ കുറടിയൊക്കെ വീർത്തിട്ടാ. അതുപോലെ എന്നെ കുത്തിയാലും വന്ന് ചുണ്ടുക്കണേ. അപ്പോൾ ഊക്കി ആലോചിച്ചുകൂടാ. അപ്പം ഉണ്ടാ മുളരി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കടന്നിൽ കൂട് കൂട്ടീൻ്റെ വെച്ചിട്ട് താന്ന് നോക്കിയതാട്ടെ. അപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഇല്ല. പക്ഷേ വാഷിംഗ് മെഷീൻ്റെ അവിടെ മേലെ ഒരു തെർമോക്കോൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതുമേ കടന്നിലുണ്ട് കേട്ടോ. എന്താ ഇനിയിപ്പോൾ അതിനെ ചെയ്യാന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ഒന്ന് ഒരു കൂർക്കപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിയിട്ട് അടിക്കാറില്ല, നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തതാട്ടാ. അപ്പോൾ അത് കുറച്ച് 2 പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത തേങ്ങ ഉണ്ട് കേട്ടോ. അതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ പെരുംജീരകം ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം മുളകും പൊടി, മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ വറുത്ത തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ആ പൊടിയുടെ കൂടെ തന്നെ. അപ്പോൾ നല്ല രുചിയുള്ള ഒരു കറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെമ്മീനാണ്, ചെമ്മീൻ മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ വന്ന് വിളിച്ചിട്ടാ അപ്പം കട്ട് ചെയ്യേണ്ടതെന്ന്. പിന്നെ 2 പച്ചമുളകും വലിയൊരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ കറിക്ക് പെരുംജീരകം മസാലേ. പിന്നെ ഞാൻ അതിലൊരു സാധനം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മാങ്ങഞ്ചി ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോള് വരുമ്പോൾ കൊടുന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മാങ്ങഞ്ചി ഈ വറുത്തരച്ച് വെക്കുന്ന കറിയിലൊക്കെ ഇട്ടാൽ സൂപ്പറാട്ടാ. അടിപൊളി രുചിയാണ്. കണ്ണിമാങ്ങ കറിയിലിട്ട പോലെ ടേസ്റ്റാണ്. പിന്നെ ഈ മാങ്ങഞ്ചി ചേർത്തിട്ട് നാളികേരമൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി നോക്കിയേ. ഒരു കഷ്ണം പച്ചമാങ്ങ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു കഷ്ണം ഇഞ്ചി, രക്ഷയില്ല കേട്ടാ. അപ്പോൾ വലിയൊരു മാങ്ങഞ്ചി കഷ്ണമാക്കിയിട്ട് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് സാധാ നമ്മൾ കറി കലക്കി വയ്ക്കുന്ന പോലെ കലക്കിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ടരാ. അങ്ങനെ നമ്മളെ കൂർക്കൊക്കെ വെന്തപ്പോൾ ഉള്ളിയും ഒക്കെ കുത്തിയിട്ട് അതൊന്ന് വറവിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പം ചോറിനുമ്പോൾ മോൻ പറഞ്ഞു ഇത്ര അധികം വെളുത്തുള്ളി വേണ്ടെന്ന് ഇങ്ങനെ ഇതല്ലേ പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇനി ഞാൻ അത്രയാണ്ട് ഇടില്ല കേട്ടാ, കുറച്ച് തന്നെ ഇടുള്ളൂ.
വെളുത്തുള്ളിയോട് അത്രാണ്ട് ഇതില്ല കേട്ടോ മൂപ്പർക്ക്. അങ്ങനെ അടുക്കളയിലെ ജനലൊക്കെ ആകെ പൊടി പിടിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ നമ്മൾക്ക് ആ തുടയ്ക്കണ കോലയിട്ട് തുടയ്ക്കുക. പക്ഷേ ഈ ജനലിൻ്റെ ഈ കമ്പികൾ ഇങ്ങനെ പൊടി പിടിച്ച് കാണുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ അതുമ്മ കയറി നിൽക്കുക തന്നെ വേണം. പിന്നെ കുട്ടികളെ പിടിച്ച് കയറ്റിച്ചിട്ട് തുടയ്ക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉള്ള ഒരു കസാലയൊക്കെ കൊണ്ടിട്ട് ഞാൻ തന്നെ കയറിയിട്ടാ. ഏട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്താറിയിട്ടാ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അവിടുന്ന് വേണ്ടിട്ട് കഞ്ഞി കൂടി മുട്ടു വെച്ചിട്ടാവും. അപ്പോൾ ആരുമില്ല കേട്ടാ, ഞാൻ തന്നെ ഉള്ളൂ, വീണാൽ പിടിക്കാനൊന്നും ഒന്നും. അപ്പോൾ ഒരു തുണിയൊക്കെ നനച്ചിട്ട് ഒക്കെ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടച്ചപ്പോൾ ഒരു വൃത്തിയാണ് കേട്ടാ. പിന്നെ ഈ കോഴിക്കോടൊക്കെ അപ്പോൾ ഇവിടുന്ന് പൊളിച്ച് അപ്പോൾ ഒരു ടാർപ്പായ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു നീല നിറാവും എപ്പോഴും ഇങ്ങനെ ഈ ജനലിൻ്റെ അവിടെ കേട്ടാ, ഒരു വെളിച്ചമില്ലാതെ. പക്ഷേ അതൊക്കെ എടുത്തപ്പോൾ നല്ല വെളിച്ചമായി. പക്ഷേ ബിന്ദേച്ചിയുടെ ഒരു മതിലിൻ്റെ വിറ്റാട്ടാ ഞങ്ങൾ എൻ്റെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ ബിന്ദേച്ചിയുടെ അടുക്കളയ്ക്ക് നല്ല നോട്ടാട്ടാ. അപ്പം ഒരു ജാതിയാട്ടാ ഇങ്ങനെ അടുക്കളയ്ക്ക് ഇങ്ങനെ നോട്ടം. അത് നമ്മൾ ഓരോരുത്തരൊരു ഇതല്ലേ അടുക്കളയൊക്കെ. അപ്പോൾ ഞാൻ ജനലിങ്ങനെ നല്ലാണ്ട് തുറന്നു വയ്ക്കില്ല കേട്ടാ. അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം ഒക്കെ അതിന് കാണണം കേട്ടാ. അപ്പം അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ ജനലൊക്കെ തുടച്ച് ഞാൻ ഇറങ്ങിട്ടോ. എന്നിട്ട് ഉത്സവമല്ലേ, ഉത്സവം തുടങ്ങിയില്ലേ, തുടങ്ങുകയാണ് കേട്ടോ നാളെ. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ഒന്ന് തേമ്പി നമ്മൾ അജിതേച്ചിയോടെ പോയിട്ട് കുറച്ച് ചാണകം എടുത്ത് കൊടുത്തിട്ട് വിറ്റൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാർ. അതിലിടയ്ക്ക് എല്ലാവരും ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, പറയാതെയൊന്നും ആരും ഇത് തരില്ല. ഒരു ലൈക്കൊക്കെ കുറച്ച് കിട്ടിയിട്ട് നമ്മളെ കോഴിത്തീറ്റരയിലേക്ക്. അപ്പോൾ മറന്നിട്ടൊന്നുമല്ല. അപ്പോൾ ലൈക്കൊക്കെ എല്ലാവരും ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പം ഞാനിവിടെ ക്യാമറ ഓണാക്കി വെച്ചാൽ ബിന്ദേച്ചി അറിഞ്ഞില്ല കേട്ടാ. ബിന്ദേച്ചി പശുവിൻ്റെ വെള്ളം അജിതേച്ചിയുടെ പാത്രത്തിൽ കൊണ്ടു ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇനിയിട്ട് ഇങ്ങനെ പുരാണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടാ. അപ്പം നല്ല ചൂടുമല്ലേ. അപ്പോൾ ഞാൻ ആദ്യം വന്ന് വെള്ളം ഒഴിച്ചിട്ട് നിന്ന് വർത്താനം പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല കേട്ടാ ഇങ്ങനെ ഫോൺ ഓണാക്കി വെച്ച കാര്യം. അങ്ങനെ അത് പോയി. പിന്നെ അത് എന്തിനൊക്കെ ഒന്ന് പോയി. പിന്നെ എന്തോ പറയാൻ വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ എനിക്ക് ബിന്ദേച്ചിനെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ ബിന്ദേച്ചി പോയ വഴിയില്ല കേട്ടാ. അങ്ങനെ കുറേ ചിരിക്കും ചെയ്തു. അപ്പോൾ അത് പറയും പേടി നമ്മൾ വർത്താനം പറഞ്ഞൊന്നും വലിയ പെടില്ലല്ലോ എന്ന്. ഇല്ലില്ല അതൊന്നും ഞാൻ കൊടുക്കില്ല. അങ്ങനെ ഒരു രസം ഉണ്ടായിട്ടാ. അങ്ങനെ ചാണകമൊക്കെ വടിച്ച് പിന്നെ ഉത്സവമൊക്കെ ആയിട്ട് ചിങ്ങിയ റോഡിൻ്റെ സൈഡിൽ കാനൊക്കെ അടിച്ച് തെയ്യിടും കേട്ടാ. അപ്പോൾ ഈ താലൊക്കെ ഇങ്ങനെ വരുമ്പോൾ പൊതുവേ ഈ കാനയിൽ ചവറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ അടിച്ച് തെയ്യിടാറുണ്ട് കേട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി കാനൊക്കെ ഒന്ന് അടിച്ച് തെയ്യിടണം. പിന്നെ ചക്ക മേലെന്ന് വീഴൽ തുടങ്ങിയിട്ട് കൂട്ടുകാരെ, തേൻതുള്ളി പോലത്തെ ചക്കയാണ്. പക്ഷേ നമുക്ക് പറിച്ചാണ്ട് കിട്ടില്ല പാകമായാൽ കേട്ടാ. ഈ ഉള്ളിപ്പോറ്റ പോലത്തെ അല്ലേ, എന്നാലും വേണ്ടില്ല ആദ്യമായിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ടാ, കുറച്ച് മെനക്കെട്ടിട്ടാ, കടിച്ച് വലിച്ചിട്ടൊക്കെ ഈ ചക്കര ഉള്ളിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് മൂത്തേറിയിട്ട് മേലെന്ന് വീണതല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാത്തൊരു പണിയായിരുന്നു കേട്ടാ. അങ്ങനെ വീണ്ടും വന്ന് റോഡിൻ്റെ കാനയിൽ ഇങ്ങനെ അടിച്ച് കൂട്ടിയിട്ട് സിഗർ ലൈറ്റ് കൊണ്ടിട്ടാ, ലൈറ്റർ അതുകൊണ്ട് കുട്ടികളധികം വീണ്ടാന്നിട്ട പറ്റല്ല. അപ്പോൾ എവിടെയും മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ഫോൺ വയ്ക്കുന്ന പോലെ എവിടെയും ഫോൺ വയ്ക്കാൻ ഒരു പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേച്ചിക്ക് വീഡിയോ ഒന്ന് വിളിച്ചു തരുമോ വെച്ച്. അപ്പോൾ ആ പറഞ്ഞിട്ട് ആ മക്കൾ ആ കുട്ടികൾക്ക് ഒരു താങ്ക്സ് പറയുക ഏതായിരുന്നാവട്ടെ. അപ്പോൾ നിങ്ങളെവിടെയുള്ള വെച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള തന്നെയാണ് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് പിടിച്ച് ഞാൻ വേഗം മതി പറഞ്ഞിട്ട് ഞാൻ പിന്നെ മേടിച്ചിട്ടാ. അപ്പോൾ അവരൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ ചവറൊക്കെ അങ്ങനെ തീയിട്ടിട്ടാ കുറേ അങ്ങോട്ട് നീളം കത്തി പോയിട്ടാ. പിന്നെ ഞാൻ വിൻറ്റേജിലോടത്ത് അവിടേക്ക് ഇനി തീ പിടിക്കണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ പോയിട്ട് ആ പാട്ടെത്തിയപ്പോൾ ഞാൻ കെടുത്തി. പിന്നെ ഇന്നലെ കോഴിക്കോടുമേ ഓടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയം കുറേ വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഓടൊക്കെ ഒന്ന് വയ്ക്കണം, ചൂടല്ലേ. അപ്പോൾ ഓടൊക്കെ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓട് എടുത്ത് വയ്ക്കുമ്പോഴേക്കും ഓർമ്മ കുറേ മുന്നേ സുബി നായക്കൂട് കൊടുന്നിട്ട് അതുമേ ഓട് മേലെന്ന് അങ്ങോട്ട് വെച്ച് കൊടുന്നു കേട്ടാ.
അപ്പം എനിക്കിങ്ങനെ അങ്ങനെയല്ല സൂഫിയെ താഴത്തുനിന്നാണ് വെച്ച് പോവുക എന്ന് പറയാം, അങ്ങനെ ഇതാവും കേട്ടോ, ആർക്കും അറിയണില്ല കേട്ടാ. അപ്പം നമ്മളിത് ചെറുപ്പം മുതലേ ഇതൊക്കെ കണ്ടു വളർന്നല്ലേ. അപ്പോൾ ഈ താഴത്തുനിന്നാണ് കേട്ടോ ഓട് പാകി വരിക. അപ്പം ഏത് ഭാഗത്തേക്കാണ് അതിൻ്റെ ആ പിന്നെ ആ ഓടിന് ഇങ്ങനെ കൊതകളുണ്ടാവും, അതിലേക്ക് ഏത് ഭാഗമാണ് വരുന്നത് വെച്ചെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വെച്ച് വന്നാൽ മതി കേട്ടാ. അപ്പം ഞാനിതിങ്ങനെ വെച്ച് വരുമ്പോൾ ഏട്ടൻ വന്നിട്ടാ പിന്നെ, അപ്പം പിന്നെ മൂപ്പരാണ് കേട്ടാ പിന്നെ ഒക്കെ റെഡിയാക്കിയത്. അങ്ങനെ ആ ചക്ക പിന്നെ രാത്രി ഊണൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് കേട്ടോ 10 മണിയൊക്കെ ആയിരിക്കണം, കുക്കറിൽ ഒരച്ചി ശർക്കര, നല്ല മധുരമല്ലേ, ഒരച്ചിട്ടുള്ളൂ, വേവിച്ചിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ട് കലക്കി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മുറുകി കിട്ടാം. എന്നിട്ട് 2 അണ്ടിപ്പരിപ്പൊക്കെ കണ്ടിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു പാനേക്ക് വെച്ചിട്ട് ഇങ്ങനെ നാശാക്കി കളയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ട് ആവും തിന്നിട്ടാണ് ഞാൻ പോയി കിടന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ.